ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 738 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 29 അധ്യായം 12 തിരുവചനമാണ്. അധിപതി നുണ കേൾക്കുവാൻ തുടങ്ങിയാൽ അവൻ്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരായി തീരും. ചിലപ്പോൾ നുണ പറയുന്നത് രസകരമായി നമുക്ക് തോന്നിയേക്കാം. മറ്റെല്ലാ പാപങ്ങളെയും പോലെ തന്നെ നുണ പറയുന്നതിലും രസകരമായ സന്തോഷം നൽകുന്ന എന്തോ ഉണ്ട്. ചിലർ നുണകളെ പ്രായോഗിക തമാശകളായി കാണുന്നു. ഇത് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചിലർ അവരവരുടെ തെറ്റുകളെ മറച്ചു പിടിക്കുന്നതിനായി നുണ പറയുന്നു. തമാശയായി കണ്ട് നാം പറയുന്നതായ നുണകൾ ഒരുപക്ഷെ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനായിട്ട് ഇടയായേക്കാം. കള്ളം സ്വീകരിക്കുകയോ കള്ളം നമ്മൾ പറയുകയോ ചെയ്യുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കളെല്ലാവരും സത്യത്തെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അല്ലാതെ മറ്റെന്തായിരിക്കും ദൈവം ആഗ്രഹിക്കുക? സത്യത്തിനും നീതിക്കും വില കൊടുക്കുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. ദൈവം സത്യമാകുന്നു, അവനിൽ കള്ളം ഒട്ടും ഇല്ല. കർത്താവ് തോമസിനോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന്. സത്യം നല്ലതാണ് എന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സത്യങ്ങളെ പിന്തുടരുവാനും നമുക്ക് സാധിക്കണം. അധിപതി നുണ കേൾക്കുന്നവനായി കഴിഞ്ഞാൽ തൻ്റെ ഭൃത്യന്മാരൊക്കെയും ദുഷ്ടന്മാരായി തീരും എന്നുള്ളതുപോലെ നമ്മുടെ മക്കൾ തിന്മയിലേക്ക് വഴുതി വീഴുവാനായിട്ട് ഇടയാകാതെ അവരെ സത്യവും നന്മയും പരിശീലിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.